ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് അന്നയുടെ സിസ്റ്ററിൻ്റെ മധുരം വെപ്പാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. പക്ഷേ ഈ 3 പേര് കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫാൻ വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഇവൻറ്റുകാരും അത്രയും പ്രതീക്ഷിച്ചില്ല. ലൈക്ക് മഴയും കാര്യങ്ങളൊക്കെയാണല്ലോ, അപ്പോൾ ഫാനിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ. പക്ഷേ കുറേ പ്രാണികളും പിന്നെ ഈച്ചയും ഇതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഫാൻ വെക്കണം എന്നാണ് ജോസൂട്ടി അങ്കിൾ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ലാസ്റ്റ് മൊമെൻറ്റിൽ ഫാന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എത്തില്ലേന്ന് അറിയില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഡിസ്കഷൻ. എല്ലാവരും ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫോട്ടോ എടുപ്പൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മളുടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ഫോട്ടോയും അവരുടെ സിംഗിളും പിന്നെ ഇതൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് വീടിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ കാണിച്ച് വീഡിയോ വ്ളോഗൊക്കെ എടുത്ത് നടക്കുവാണ്. കുറേ ആൾക്കാരൊന്നുമില്ല, ക്ലോസ് ഫാമിലിയും പിന്നെ തൊട്ടടുത്തുള്ള അയൽവക്കവും മാത്രമേ ഉള്ളൂ. ചെറിയൊരു രീതിയിലാണ് മധുരം വെപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വലിയൊരു പരിപാടി നടത്തുവാണെങ്കിൽ നാളെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും. അപ്പോൾ നേരത്തെ എഴുന്നേക്കും കാര്യങ്ങളൊക്കെ വേണം. കൂടുതൽ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി വീണ്ടും വൈകും. അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മളുടെ ഫാനൊക്കെ എത്തിക്കഴിഞ്ഞു. ഈ ഓട്ടോയിൽ നമ്മളുടെ ഫാനൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കൽക്കണ്ടവും പോമോഗ്രാനൈറ്റും പിന്നെ മുന്തിരിയൊക്കെ മിക്സ് ചെയ്തതാണ് ഇവിടങ്ങളിൽ സാധാരണ വയ്ക്കാറ്. ഞാൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് റൈറ്റ് സൈഡിൽ കുറച്ച് പഞ്ചസാരയും പിന്നെ കുരുമുളക് വെച്ച് ഒരു കുരിശൊക്കെ വെച്ചത്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് വെക്കാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മധുരം കൊടുക്കുന്ന സമയത്ത് സന്തോഷങ്ങൾ മാത്രമല്ല ദുഃഖങ്ങളും വരാം, അതൊക്കെ അതിജീവിക്കണം എന്നുള്ള ഒരു സിംബോളിസമാണ് ഈ പഞ്ചസാരയും കുരുമുളകും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചസാരയല്ല വയ്ക്കാറ്, കൽക്കണ്ടമാണ് വയ്ക്കാറ്. അപ്പോൾ പതിയെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നു തുടങ്ങി. ഇത് അന്നേരെ അമ്മാമ്മയാണ്. അപ്പോൾ അമ്മാമ്മയ്ക്കൊരു 88-89 വയസ്സായി. ആൾ കുറേ ബുദ്ധിമുട്ടിയാണ് വരുന്നത്. എന്നാൽ കൂടെ എല്ലാ പരിപാടികൾക്കും ആൾ ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. കേരളത്തിലെ കസ്റ്റം അനുസരിച്ച് ഏറ്റവും താഴെയുള്ള അനിയൻ്റെ കൂടെയാണ് നമ്മളുടെ വീട്ടുകാർ അപ്പനും അമ്മയും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ജോർജ് കുട്ടി അങ്കിളാണ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും താഴെയുള്ള മകൻ. അപ്പോൾ ആളുടെ വീട്ടിലാണ് അമ്മാമ്മ നിൽക്കുന്നത്. ഇവിടെ വന്നിരുന്നവർ ഈ ഒരു കുരിശ് വെച്ചിട്ടുള്ള ഒരു പരിപാടി കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെന്താ പരിപാടി എന്ന്. ആളുകളോട് വൈകുന്നേരം എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഏത് സമയത്താണ് ആൾക്കാർ കടന്നു വരിക എന്ന് അറിയില്ല. ഓരോരുത്തർ അവരുടെ സൗകര്യത്തിന് ഉള്ള സമയങ്ങളിൽ വരുമായിരിക്കും. നമ്മളുടെ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന എല്ലാ ഫോട്ടോയിലും ചാടിക്കയറി ഇരിക്കുന്നുണ്ട്. ഞാനാണ് ഇവിടുത്തെ മെയിൻ ആളെന്ന് പറഞ്ഞിട്ട്. വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഫോട്ടോസിലൊന്നും വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ എൻ്റെ വ്ളോഗിൽ ഞാനില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? അതുകൊണ്ട് ഞാനൊരു സെൽഫി വീഡിയോയും കൂടെ എടുത്തു എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുട്ടായതോടുകൂടി വീടിൻ്റെ ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി. ആ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടെ ഒരു വാം ടോണിലുള്ള ഒരു ആംബിയൻസ് സെറ്റായി. അപ്പോഴേക്കും കുറേ പേരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഈ നിൽക്കുന്നതാണ് നമ്മളുടെ ജോസൂട്ടി അങ്ങളുടെ വൈഫ് ഷീ ആൻറ്റി. അപ്പോൾ ഷീ ആൻറ്റിയൊക്കെ എല്ലാത്തിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ അച്ഛൻ വന്നു. അപ്പോൾ അച്ഛൻ വീട്ടിൽ വന്ന് ഒരു ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് മധുരം വെപ്പ് ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. അച്ഛൻ വരുന്ന സമയമായപ്പോഴേക്കും കുറേയൊക്കെ ബന്ധുക്കളെല്ലാവരും തന്നെ എത്തി. പ്രാർത്ഥനയിൽ എല്ലാവരും ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പ്രധാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളിലും ഓരോ ആചാരങ്ങളാണ്. ഇവിടുത്തെ ഒരു ആചാരം വെച്ച് ഒരു കിണ്ടി വെച്ച് കിണ്ടിയിൽ വെള്ളം കൊടുത്ത് അത് തുപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മധുരം കൊടുക്കൽ ചടങ്ങിലേക്ക് കിടക്കുന്നത്. അമ്മാമേനെ വിളിക്കുകയാണ് സ്റ്റേജിലോട്ട് മധുരം കൊടുക്കാൻ. പക്ഷേ ആൾക്ക് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആൾ വരുന്നില്ല. അതുകൊണ്ട്
ജോസൂട്ടിയങ്ങളും ഷിയാൻ്റിയും ഫാമിലിയുമാണ് ഫസ്റ്റ് മധുരം കൊടുക്കുന്നത്. അപ്പനമ്മയും ഞാനൊക്കെ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരാണ് മൂത്ത ചേട്ടനായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ മധുരം കൊടുക്കാൻ തുടങ്ങുകയാണ്. കല്യാണം കഴിഞ്ഞ ഒരുവിധം എല്ലാവരും പെട്ടെന്ന് തന്നെ 1-2 ആഴ്ച കൊണ്ട് കുറച്ചുകൂടെ തടി കൂടും. അതിൻ്റെ മെയിൻ കാരണം ഇതൊക്കെയാണ്. ഈ മധുരം കൊടുക്കലിൽ തുടങ്ങി കല്യാണം കഴിഞ്ഞുള്ള വിരുന്നുകൾ കഴിയുന്ന വരെയുള്ള ഫുഡൊക്കെ ഉള്ളിൽ കയറിയിട്ടാണ് നമ്മൾ തടിക്കുന്നത്. അപ്പൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൈഡിലിരുന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുടെ എല്ലാ വീട്ടുകാരും വന്ന് മധുരം കൊടുക്കുന്നതും ആളുടെ അവസാനത്തെ മോളായ റോസിയുടെ കല്യാണമാണ് നാളെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും കാര്യങ്ങളിലൊക്കെയാണ്. അതേസമയം അന്ന അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ചേച്ചി എന്ന മൂത്ത സഹോദരി സ്ഥാനം കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും എന്തോ ടെൻഷൻ പിടിച്ച് ഓടി നടക്കുന്ന പോലെ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ ജോർജ് കുട്ടിയങ്ങളൊക്കെ മധുരം കൊടുക്കാൻ വന്ന സമയത്ത് അമ്മാമേനെയും നമ്മൾ നിർബന്ധിച്ച് സ്റ്റേജിലോട്ട് കയറ്റി. അങ്ങനെ ആൾ മധുരമൊക്കെ കൊടുത്ത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ ഒരു വ്ളോഗർ ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ജയ്ക്കുവാണ്. അപ്പോൾ ജയ്ക്കു ഫോട്ടോ എടുപ്പിൽ തിരക്കിലാണ്. അടുത്തതായിട്ട് മധുരം കൊടുക്കുന്നത് ജോർജ് കുട്ടിയങ്ങളും ബിനിയാൻ്റിയുമാണ്. ജോർജ് കുട്ടിയങ്ങളാണ് ഈ കല്യാണത്തിൻ്റെ സാക്ഷിയായിട്ടും കൂടെ ഒപ്പിടുന്നത്. എൻ്റെ കല്യാണത്തിന് ജോസ് കുട്ടിയങ്ങളായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ടേൺ വെച്ച് കൊടുക്കുകയാണ് അപ്പൻ. അങ്ങനെ കുറേ നേരമായിട്ട് വ്ളോഗിൽ ഞാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് വൈഫിനെ വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ വീഡിയോ എടുപ്പിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാച്ചുറാലിറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചിരിക്കണ പോലെ അഭിനയിക്കാമെന്ന് ജയ്ക്കുവിനോട് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും നല്ല ഓവറാക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. ഇതാണ് നമ്മളുടെ കുട്ടിപ്പട്ടാളം. ഈ കുട്ടിപ്പട്ടാളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെയൊക്കെ ഒരു അങ്കിളാവാനുള്ള പ്രായം ഉണ്ടെങ്കിൽ കൂടെ ഇവർ എൻ്റെ അനിയനും അനിയത്തിമാരുമാണ് സ്ഥാനം കൊണ്ട്. അങ്ങനെ ഞാൻ അവരുമായിട്ടുള്ള വലിയ ചർച്ചകളിലാണ്. എൻ്റെ ഒരേ പ്രായക്കാരായതുകൊണ്ട് തന്നെ ഞാൻ അവരായിട്ടാണ് ചർച്ച ചെയ്യാനായിട്ട് കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഞാൻ ഈ വ്ളോഗ് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ തന്നെ 2-3 പേർക്ക് പരാതി ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ ജെനുവിൻ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. അവർ എല്ലാ വീഡിയോസും കാണാറുണ്ട്. അപ്പോൾ അവർ പരാതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ വ്ളോഗൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്, പക്ഷേ മെയിൻ വീഡിയോ വരുമ്പോൾ ഞങ്ങളെയൊന്നും കാണിക്കുന്നില്ലെന്ന്. അതിലൊരു മെയിൻ ആളാണ് സാബു ചേട്ടൻ. അടുത്ത ആളാണ് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന നമ്മളുടെ സണ്ണി ചേട്ടൻ. നമ്മളുടെ ജെനുവിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തിക്കൊടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ ഈ വീഡിയോ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. പരിപാടികളൊക്കെ പതുക്കെ ഒതുങ്ങി തുടങ്ങി. എല്ലാവരും ഫുഡ് അടിയിലോട്ട് കടന്നു. നമ്മളുടെ മെയിൻ എല്ലാം നടത്തിപ്പുകാരിയാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അന്ന അവിടെ ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വിശേഷമൊക്കെ പറഞ്ഞിരിപ്പാണ്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ക്ഷണിക്കാത്ത കുറേ അതിഥികളെ കണ്ടത്. നമ്മളുടെ പഞ്ചസാരയിൽ ഇഷ്ടം പോലെ ഉറുമ്പുകൾ വന്നിട്ടുണ്ട്.